കാര്യമാണ്. 62 ലക്ഷം പേർക്ക് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ആ ക്ഷേമ പെൻഷൻ പാവപ്പെട്ട, നടക്കാൻ പാടില്ലാത്ത, പ്രായാധിക്യമുള്ളവർക്ക് വീട്ടിൽ കൊണ്ടുപോയി സഹകരണ ജീവനക്കാർ കൊടുത്തതിൽ ഇതുവരെ ഒരു സ്ഥലത്തും പാകപ്പഴ ഉണ്ടായിട്ടില്ല. ഒന്ന്, അവർ ചെല്ലുമ്പോൾ അവരെ കണ്ടു എന്നൊരു ആശ്വാസം, അവർക്ക് പേഷ്യൻ്റായി കിടക്കുന്നവർക്ക് സ്ഥലത്ത് കിട്ടി എന്നുള്ളത് വലിയ ആശ്വാസം. അത് കൃത്യമായി കൈ കിട്ടും. അതേസമയത്ത് മറ്റെവിടെയെങ്കിലും ബാംഗ്ലൂർ എവിടെയെങ്കിലും വന്നാൽ എടുക്കാൻ ആരെ പറഞ്ഞു വിട്ടാൽ അവർക്കതിന് പോകുന്ന ആളുകൾക്ക് വേതനം കൊടുക്കണം, അതല്ലെങ്കിൽ അവർക്ക് വണ്ടിക്കൂലി ഉണ്ടാക്കണം. ഇങ്ങനെയെല്ലാമുള്ള വിഷമം വീടുകളിൽ കഴിയുന്ന വന്ധ്യവയോധികരായ നമ്മുടെ വൃദ്ധജനങ്ങൾക്ക് അല്ലെങ്കിൽ ഗുരുജനങ്ങളെ പോലുള്ളവർക്കല്ലേ കിട്ടിക്കൊണ്ടിരുന്നത്. ആ കിട്ടിക്കൊണ്ടിരുന്ന ഈ ആനുകൂല്യം ഈ രൂപത്തിൽ നിഷേധിക്കുന്നത് അങ്ങേയറ്റം മനുഷ്യത്തിരഹിതമായ സമീപനമാണ് എന്ന് പറയേണ്ടിയിരിക്കും. നിയമവിരുദ്ധമൊന്നല്ല ഞാൻ പറയുന്നത്, മനുഷ്യത്തിരഹിതം. ഇല്ല, അതന്നെയല്ല നമ്മൾ നേരത്തെ മാസ്റ്ററിംഗ് നടത്തിയില്ലേ. നേരത്തെ ഇത് പരിശോധിക്കണമല്ലോ. അനർഹർ കൈപ്പറ്റുന്നുണ്ട്, അത് പരിശോധിക്കണം. പരിശോധിക്കില്ല വേണ്ടത്. അതിന് സർക്കാർ സംവിധാനം എത്രയോ ഉണ്ട് അനർഹർ പറ്റുന്നുണ്ടെങ്കിൽ. ഇത് കൃത്യമായി ഓരോ വീടുകളിലും കൊണ്ടുപോയി ആരാണോ ഇത് ഒപ്പിട്ട് വാങ്ങേണ്ട ആള് തന്നെ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് അതിന്റെ രേഖസഹിതമാണ് മടക്കിക്കൊണ്ടിരിക്കുക. സഹകരണ ജീവനക്കാർ കൊണ്ട കൊടുത്തുകൊണ്ടിരുന്നത് എത്രയോ ആശ്വാസകരമായ ഒരു നടപടിയായിരുന്നു. പാവങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നൊരു സംഭവമായിരുന്നു. അവർക്ക് പലർക്കും ഉപജീവനത്തിനോ ഒരു നേരത്തെ ചായ കുടിക്കാൻ ഒന്നുമില്ല, പോല വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു വരുമാനമാണ് ഈ വരുമാനം. അത് വീട്ടിൽ സമയാസമയങ്ങളിൽ കിട്ടുമായിരുന്നു എന്നുള്ളത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പലതും സംഭവിക്കാൻ പോകുന്നത് ആ പാവങ്ങൾക്ക് പോയി വാങ്ങിക്കാൻ ആളുണ്ടാവില്ല, അവിടെ ചെന്നാൽ സമയത്ത് കിട്ടണമെന്നില്ല, പഴയപോലെ തിണ്ണ നിരങ്ങുന്ന രൂപത്തിലേക്ക് വരും. ഫലത്തിൽ ആ പെൻഷൻ പദ്ധതിയെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്കുള്ള തീരുമാനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് പുനഃസ്ഥാപിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.